നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. നെയ്യാർ പരിശീലന ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ KSU നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്ന് KPCC അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്. നടന്നത് ഗുരുതര അച്ചടക്ക ലംഘനമെന്നും കമ്മീഷൻ. ക്യാമ്പ് സംഘടിപ്പിച്ചത് KPCC നേതൃത്വവുമായി ആലോചിക്കാതെ എന്നും കമ്മീഷൻ. റിപ്പോർട്ട് ഇന്ന് KPCC അധ്യക്ഷന് സമർപ്പിക്കും. മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ടൂറിസം ഡയറക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ടൂറിസം വകുപ്പ് ഡയറക്ടർ. കൃത്യമായ ഇടവേളകളിൽ ടൂറിസം ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ വിളിച്ചു ചേർക്കാറുള്ള സ്റ്റോക്ക് ഹോൾഡേഴ്സിന്റെ പ്രതിനിധികളുടെ മീറ്റിംഗിനെതിരെയാണ് ചില മാധ്യമങ്ങൾ തെറ്റിദ്ധാരണാജനകമായ വാർത്ത നൽകിയത്. പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലിന്റെ അമ്മയുടെയും സഹോദരിയുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. പ്രതിയെ കണ്ടെത്താൻ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള തയ്യാറെടുപ്പിൽ അന്വേഷണ സംഘം. KSRTC ബസിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം കാണിച്ചയാളെ കൊടുവള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുവള്ളി ചാവടിക്കുന്നുമൽ അൻവറിനെയാണ് പെൺകുട്ടിയും യാത്രക്കാരനും ചേർന്ന് തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിച്ചത്. നിർധന കുടുംബത്തിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. മൂവാറ്റുപുഴ നിർമ്മല സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് നിർധന കുടുംബത്തിലെ ഭിന്നശേഷിക്കാരായ 150ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. തൃക്കാക്കര നഗരസഭ അശാസ്ത്രീയമായി നിർമ്മിച്ച സ്വിമ്മിംഗ് പൂൾ ദുരിതമായി മാറിയിരിക്കുകയാണ് മൈത്രിപുരം നിവാസികൾക്ക്. മഴ പെയ്തു കഴിഞ്ഞാൽ പൂൾ നിറഞ്ഞൊഴുകി വീടുകളിൽ വെള്ളം കയറുന്നത് വയോജനങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകളുടെ അടക്കം ഉറക്കം കെടുത്തുകയാണ്. ആലുവയിൽ നിന്ന് വൈകിട്ട് 4:30 കാണാതായ 12-കാരിയെ കണ്ടെത്തി. അങ്കമാലി റെയിൽവേ ലൈനിന് സമീപം അങ്ങാടിക്കടവ് ഭാഗത്ത് നിന്ന് ബംഗാൾ സ്വദേശിയായ സുഹൃത്തിനോടൊപ്പമാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. ദില്ലിയിൽ കുട്ടികളുടെ ആശുപത്രിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ആശുപത്രിയുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ദില്ലി പോലീസിന്റെ കണ്ടെത്തൽ. മൂന്നാറിലെ 8 വില്ലേജുകളിൽ റവന്യൂ വകുപ്പ് ഏർപ്പെടുത്തിയിരുന്ന നിർമ്മാണ നിയന്ത്രണത്തിനെതിരെ ഹൈക്കോടതിയുടെ ഇടപെടൽ. പള്ളിവാസൽ പഞ്ചായത്തിന് വേണ്ടി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഹാജരായ കേസിലാണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് വിധി പ്രസ്താവിച്ചത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗം ശക്തമാകുന്നു. ദില്ലി, രാജസ്ഥാൻ, ഹരിയാന, UP എന്നിവിടങ്ങളിൽ റെഡ് അലർട്ട്. അജ്ഞാത വാഹനമിടിച്ച് സൈക്കിൾ യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം. കുണ്ടറ സ്വദേശിയുടെ കാർ കേന്ദ്രീകരിച്ച് കൊല്ലം ശങ്കേഴ്സ് ആശുപത്രിക്ക് സമീപം കൈരളി നഗർ കുളിർമയിൽ BSNL റിട്ടയർഡ് ഡിവിഷണൽ എഞ്ചിനീയർ C പാപ്പച്ചനാണ് മരിച്ചത്. നിരാലംബർക്ക് തുണയായ പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ 10ാം വർഷത്തിലേക്ക്. സൗജന്യ നിയമസഹായം, ഉച്ചഭക്ഷണ വിതരണം, നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങളാണ് സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്.
കോഴിക്കോട് നൈനാംവളപ്പ് ഫുട്ബോൾ ഫാൻസ് അസോസിയേഷൻ ലോക ഫുട്ബോൾ ദിനം ആചരിച്ചു. നൈനാംവളപ്പിൽ നടന്ന പരിപാടിയിൽ എൻഫാ പ്രസിഡന്റ് സുബൈർ നൈനാംവളപ്പ് ഫുട്ബോൾ ദിന സന്ദേശം നൽകി. വേലുത്തമ്പിതളവ കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ മണ്ണടിയിൽ SSLC+2 പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന സമ്മേളനം മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. ജോൺ പോൾ പുരസ്കാരം സിനിമാ സംവിധായകൻ CR അജയ്കുമാറിന് 5000 രൂപയും ശില്പവുമാണ് പുരസ്കാരം. മലയാളം സംഘടിപ്പിച്ച സ്നേഹസംഗമത്തിൽ വെച്ച് ഡോക്ടർ ജോർജ് ഓണക്കൂർ, വിജി തമ്പി എന്നിവർ അവാർഡ് നൽകി. നേപ്പാളിൽ വെച്ച് നടന്ന ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ മൃദുല കേറ്റിക്ക് DYFI കുന്നുമ്മക്കര മേഖലാ കമ്മിറ്റിയുടെ സ്നേഹോപഹാരം. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സഖാവ് PC ഷൈജു ഉപഹാരം നൽകി ആദരിച്ചു. എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാൻ പഠിപ്പിക്കുന്ന സാഹോദര്യമാണ് എല്ലാ മതങ്ങളുടെയും കാതലെന്ന് സംസ്ഥാന സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. നിരണം ജാമിയ അൽ ഇഹ്സാൽ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ദിവസമായ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്കൂട്ടർ യാത്രക്കാരിയെ സ്കൂട്ടറിലെത്തി ഇടിച്ചു വീഴ്ത്തി ധരിച്ചിരുന്ന ആഭരണങ്ങൾ കവർന്നു. കരിപ്പുഴ നാലുകെട്ടും കവലയ്ക്കൽ രവിയുടെ മകൾ ആര്യയുടെ ആഭരണങ്ങളാണ് കവർന്നത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് കുമ്പള ഗ്രാമപഞ്ചായത്ത് നവീകരിച്ച കുമ്പള കായിപ്പാടി മുജിമുടിത്തോടിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന് പ്രദേശവാസികൾ. കുമ്പളപ്പുഴയുമായി സംഗമിക്കുന്ന മുജിമുടിത്തോട് പ്രകൃതി രമണീയത കൊണ്ട് സമ്പന്നമാണ്. പഴയ ബസ് സ്റ്റാൻഡ് മാർക്കറ്റ് റോഡിൽ അന്തർ സംസ്ഥാന തൊഴിലാളികളെ കുത്തിനിറച്ച് ചട്ടം ലംഘിച്ച് പ്രവർത്തിക്കുകയായിരുന്ന കെട്ടിടത്തിന് 25,000 രൂപ പിഴയിട്ടു. ലോഡ്ജിൽ അനിയന്ത്രിതമായി പാർപ്പിച്ച അന്തർ സംസ്ഥാന തൊഴിലാളികളെ ഒരാഴ്ചയ്ക്കകം മാറ്റിപ്പാർപ്പിക്കാൻ നഗരസഭ നോട്ടീസ് നൽകി. കാഞ്ഞങ്ങാട് വേനൽ മഴയിലും മിന്നലിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. 2 വീടുകൾക്ക് മിന്നലേറ്റു. ആളപായമില്ല. കാസർഗോഡ് ബേവിഞ്ച EMS സ്മാരക വായനശാലയുടെ 25ാമത് വാർഷികാഘോഷം പുതുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം ഗായത്രി വർഷ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. വേദിയിൽ ബാലവേദി സംഘടിപ്പിച്ച ഉയരും ഞാൻ നാടാകെ ഡോക്യുഫിഷൻ നാടകവും അരങ്ങേറി. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ വൻതോതിലുള്ള സ്വർണ്ണക്കടത്ത് പിടികൂടി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. ഏകദേശം 12 കോടി രൂപ വിപണി വിലയുള്ള 16.07 കിലോഗ്രാം ഭാരമുള്ള 89 സ്വർണ്ണ ബിസ്ക്കറ്റുകളാണ് പിടിച്ചെടുത്തത്. രാജ്യത്തെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC അന്ന ഇന്ത്യൻ തീരത്ത് എത്തിച്ചേർന്നു. അഹമ്മദാബാദിലെ മുന്ദ്ര തുറമുഖത്താണ് കപ്പലെത്തിയത്. അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ലിമിറ്റഡ് ആണ് ഇക്കാര്യം അറിയിച്ചത്.
കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെയുടെ സേവന കാലാവധി 1 മാസത്തേക്ക് കൂടി നീട്ടി നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. 25 മാസത്തെ സേവനത്തിന് ശേഷം ഈ മാസം 31-ന് പാണ്ഡെ വിരമിക്കാനിരിക്കെയാണ് നടപടി. രാജ്യമെമ്പാടുമായി 10,46,163 വാഹനാപകട നഷ്ടപരിഹാര കേസുകൾ തീർപ്പ് കൽപ്പിക്കാനുണ്ടെന്ന് വിവരാവകാശ രേഖ. 80,455 കോടി രൂപയുടെ നഷ്ടപരിഹാരമാണ് നൽകാനുള്ളത്. 2018-19 മുതൽ 2022-23 വരെ വാഹനാപകട നഷ്ടപരിഹാര കേസുകളിൽ വൻ വർധനയുണ്ടായെന്നും വിവരാവകാശം വഴി ലഭിച്ച രേഖകൾ വ്യക്തമാക്കുന്നു. മഹാരാഷ്ട്രയിലെ നാസിക് ആസ്ഥാനമായുള്ള സുരാന ജ്വല്ലറിയിൽ ആദായനികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ കള്ളപ്പണം കണ്ടെത്തി. 26 കോടി രൂപയും 90 കോടി രൂപ വിലമതിക്കുന്ന സാമ്പത്തിക രേഖകളുമാണ് കണ്ടെത്തിയത്. പൂനെയിൽ കൗമാരക്കാരനെ ഓടിച്ച് കാറിടിച്ച് 2 പേർ മരണപ്പെട്ട സംഭവത്തിൽ കുറ്റം ഏറ്റെടുക്കാൻ ഡ്രൈവറിന് മേൽ കുട്ടിയുടെ കുടുംബം സമ്മർദ്ദം ചെലുത്തിയതായി റിപ്പോർട്ട്. കുട്ടിയുടെ കുടുംബം ഡ്രൈവറായ ഗംഗാധറിനെ കുറ്റം ഏറ്റെടുക്കാൻ ഭീഷണിപ്പെടുത്തിയെന്നും വിവരം. മധ്യപ്രദേശിൽ വനിതാ അധ്യാപിക എന്ന വ്യാജേന എത്തിയ വിദ്യാർത്ഥികളെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ 30-കാരൻ പിടിയിൽ. സംഭവത്തിൽ പ്രജീഷ് പ്രജാപതി എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മുലപ്പാലിന്റെ വാണിജ്യവൽക്കരണത്തിനെതിരെ രാജ്യത്തെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകി. മുലപ്പാൽ അധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ നിയമങ്ങൾ അനുവദിക്കുന്നില്ലെന്ന് FSSAI അറിയിച്ചു. മുസ്ലിം സ്പർദ്ധ വളർത്തുന്ന വീഡിയോകൾക്കും വിദ്വേഷ പ്രസംഗങ്ങൾക്കും പിന്നാലെ മുസ്ലിങ്ങൾക്കെതിരെ സിഖ് സമുദായത്തെ ഇളക്കിവിടാൻ BJP ശ്രമം. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സിഖുകാരുടെ സ്വത്തുക്കൾ മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന് ധ്വനിപ്പിക്കുന്ന വീഡിയോയാണ് പുറത്തിറക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 6 ഘട്ടം പിന്നിടുമ്പോൾ 6 ഘട്ടങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വിവാദ പരാമർശങ്ങൾ അക്കമിട്ട് നിരത്തി പ്രശസ്ത യൂട്യൂബർ ധ്രുവ് റാഠി. മോദിയുടെ 6 പ്രസ്താവനകൾ സമൂഹ മാധ്യമമായ എക്സിലാണ് ധ്രുവ് ചൂണ്ടിക്കാട്ടിയത്. ഇസ്രയേലിന് നേരെ ഹമാസിന്റെ മിന്നലാക്രമണം. ഇസ്രയേലിലെ 2ാമത്തെ വലിയ നഗരമായ ടെൽ അവീവ് ലക്ഷ്യമിട്ട് തെക്കൻ ഗാസ നഗരമായ റഫയിൽ നിന്നാണ് ഹമാസ് മിസൈലുകൾ തൊടുത്തത്. ഗാസയിൽ യുദ്ധം 8 മാസം പിന്നിടുമ്പോൾ ഇസ്രയേലിന് നേരെ അപ്രതീക്ഷിത ആക്രമണത്തിന് ഹിസ്ബുല്ല പദ്ധതിയിടുന്നുവെന്ന് റിപ്പോർട്ട്. ഇസ്രായേൽ ചില സർപ്രൈസുകൾക്ക് തയ്യാറായിരിക്കണമെന്ന് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുല്ലയുടെ സെക്രട്ടറി ജനറൽ ഹസൻ നസ്രല്ല ടെലിവിഷൻ സന്ദേശത്തിൽ പറഞ്ഞു. ചിലിയിൽ 137 പേരുടെ മരണത്തിനിടയാക്കിയ കാട്ടുതീ മനഃപൂർവ്വം സൃഷ്ടിച്ചതെന്ന് കണ്ടെത്തൽ. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു അഗ്നിരക്ഷാ സേനാംഗത്തെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥനെയും അറസ്റ്റ് ചെയ്തു. എവറസ്റ്റിൽ വെച്ച് 2 പർവ്വതാരോഹകരെ കാണാതായെന്ന റിപ്പോർട്ടുകൾക്കിടെ എവറസ്റ്റിൽ മഞ്ഞുമലയിടിയുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ എവറസ്റ്റിൽ സന്ദർശകരുടെ എണ്ണം വർദ്ധിക്കുന്നത് ചർച്ചയായി.
ഉക്രൈനുമായുള്ള യുദ്ധം നിർത്തിവെക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തയ്യാറായതായി റിപ്പോർട്ട്. നിലവിൽ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ടും പോരാട്ടം നടക്കുന്ന മേഖലകളിൽ സാന്നിധ്യം നിലനിർത്തിക്കൊണ്ടുമുള്ള വെടിനിർത്തലിനാണ് പുടിൻ തയ്യാറാക്കുന്നതെന്നും റിപ്പോർട്ട്. ദോഹയിൽ നിന്നും ഡുബ്ലിനിലേക്ക് പറന്ന മാലദ്വീപുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ആരംഭിച്ചതായി മാലദ്വീപ് മന്ത്രി മുഹമ്മദ് സയീദ് പറഞ്ഞു. മാലയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് സാമ്പത്തിക വികസന വാണിജ്യ മന്ത്രി സയീദ് ഇക്കാര്യം അറിയിച്ചത്. മതനിന്ദ ആരോപിച്ച് പാകിസ്ഥാനിലെ സർഗോദ നഗരത്തിൽ ഒരു ക്രിസ്ത്യൻ യുവാവിനെ മർദ്ദിക്കുകയും വീടും ഫാക്ടറിയും അഗ്നിക്കിരയാക്കുകയും ചെയ്തു. രോഷാകുലരായ ജനക്കൂട്ടം ഇയാളുടെ വീട്ടിൽ പ്രവേശിച്ച സാധനങ്ങൾ നശിപ്പിക്കുകയും അതിനുള്ളിലെ ഷൂ ഫാക്ടറി കത്തിക്കുകയും ചെയ്തു. ഗാസയിലെ വെടിനിർത്തൽ ബന്ധിമോചന ചർച്ച അടുത്തയാഴ്ച പുനരാരംഭിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. ഇസ്രായേലിന്റെ ചാരസംഘടനയായ മസാദ് മേധാവി ഡേവിഡ് ബർണി, US ചാരസംഘടനയായ CIA മേധാവി വില്യം ബേൺസ്, ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഥാനി എന്നിവർ പാരീസിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ച് ധാരണയുണ്ടായി. ബെയ്ജിംഗിന് അനഭിമതനായ ലൈ ചിങ് ടെ പ്രസിഡന്റായി ചുമതലയേറ്റതിന് പിന്നാലെ തായ്വാന് ചുറ്റും ചൈന സൈനികാഭ്യാസം നടത്തുന്നു. ചൈനയോട് ചേർന്നുള്ള തായ്വാൻ മേഖലകളായ കിൻമൻ, മാറ്റ്സു, വുഖി, ഡോംഗ്വിൻ എന്നിവിടങ്ങളിലേക്കും സൈനികാഭ്യാസ പ്രകടനമെത്തുന്നതാണ് ചൈനീസ് ഔദ്യോഗിക മാധ്യമങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ്. ഫുജൈറയിൽ മലയാളി യുവതിയെ കെട്ടിടത്തിൽ നിന്നും വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം വർക്കല സ്വദേശിനി ഷാനിഫ ബാബുവിനെയാണ് ഫുജൈറയിലെ സിക്കാംകം ഏരിയയിലെ കെട്ടിടത്തിൽ നിന്നും വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൈരളി സലാലയുടെ നേതൃത്വത്തിൽ സഖാക്കൾ പി സുന്ദരയ്യ, EK നേനാർ അനുസ്മരണ സമ്മേളനം നടത്തി. കൈരളി രക്ഷാധികാരി അംബുജാക്ഷൻ മയിൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സൗദിയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൽ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് വിശ്രമമില്ലാത്ത പ്രവർത്തനം തുടരുകയാണെന്ന് റിയാദ് സഹായ സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യൻ എംബസിയുടെയും റിയാദ് പൊതുസമൂഹത്തിന്റെയും പൂർണ്ണ പിന്തുണയോടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം വൈകാതെ ലക്ഷ്യം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാടിനെ അപകടത്തിലാക്കുന്ന വർഗീയ ശക്തികൾക്കെതിരെ മതനിരപേക്ഷതയെ അണിനിരത്തി പ്രതിരോധിക്കുക എന്നതാണ് ലോകത്തെങ്ങുമുള്ള മലയാളികളുടെ ലക്ഷ്യമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. ഷാർജ മാസിന്റെ 40ാം വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഖത്തറിലെ വാഴക്കാട് പ്രവാസികളുടെ സൗഹൃദ കൂട്ടായ്മയായ വാഴക്കാട് അസോസിയേഷൻ ഖത്തറിന്റെ ആഭിമുഖ്യത്തിൽ ദിൽസേവാഹ് എന്ന പേരിൽ കൾച്ചറൽ മീറ്റ് സംഘടിപ്പിച്ചു. 36 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന TK ജമാൽ സാഹിബിന് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. പെരുമ്പാവൂർ പ്രവാസി അസോസിയേഷൻ തമാം കുടുംബ സംഗമം സംഘടിപ്പിച്ചു. 2024 വർഷത്തിൽ SSLC +2 പരീക്ഷകളിൽ വിജയിച്ച കുട്ടികൾക്കുള്ള അവാർഡ് വിതരണവും നടത്തി. ദമാം സൈഹാത്ത് സിതാര റിസോർട്ടിൽ വെച്ച് നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് നാസർ അമ്പാടൻ അധ്യക്ഷത വഹിച്ചു.
ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.